ചെമ്പരത്തി നല്ല ചെമ്പരത്തി ചന്ദന മണമവളെ പരുത്തി ചെന്തമരം ചേരും പെണ്ണൊരുത്തി ചെങ്കവിളോരത്ത് ചിരി പരുത്തി ചെമ്പരത്തി നല്ല പെൺപറന്നോൾ എന്റെ പെണ്ണൊരുത്തി അവളുടെ ചിരി എന്റെ ഉള്ളി മഞ്ഞുരുക്കി അവളുടെ ചിരി എന്നെ മെല്ലെ മയക്കി ചെമ്പരത്തി നല്ല. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ സഫ രേണുവിന്റെ പിന്തുടർച്ചക്കാരിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ സഫ സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ. അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, എന്തായാലും അതിലേക്ക് വരാം. അതിനു മുമ്പ് സഫ ആരാണെന്നുള്ളത് ഞാനായിട്ട് പ്രത്യേകിച്ച് പറഞ്ഞു തരാൻ കാര്യമില്ലല്ലോ. ഭർത്താവായിട്ടുള്ള മെഹനാസുമായിട്ട് ഇപ്പോൾ വേർപിരിഞ്ഞാണ് സഫ താമസിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സഫയുടെ ഡ്രൈവറെ പിടിച്ച് തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് ആരെയും മെഹനാസും ഫസ്മിനയും കൂടെ തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു കേസൊക്കെ ആയിരുന്നു. അതിനെക്കുറിച്ച് ഫസ്മിന തെളിവുകളൊക്കെ ആയിട്ട് വന്ന് കാര്യങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെയും കൂടി സഫ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ഇതെന്താ പോലീസ് സ്റ്റേഷനിൽ? അത് നമ്മളാ വണ്ടി ഇടിച്ച കേസില്ലേ, ഡ്രൈവറിനെ. അപ്പോ അവർക്കെതിരെ കേസ് എടുത്ത് രണ്ടാളും ഒളിവിലാണ്. അപ്പൊ ഫസ്മിനെ ഇപ്പൊ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടൊക്കെ ഉണ്ട്. അതിന്റെ തീരുമാനത്തിന് ഇന്നിപ്പോ കോർട്ടിലേക്ക് അതിന്റെ ഇത് പോകും. ഇനിയിപ്പോ ഹയറിംഗ് തുടങ്ങും. പോലീസ് എന്താ പറഞ്ഞത്? ഇതിപ്പോ എന്റെ കുറച്ച് തെളിവെടുപ്പ് കൂടി എടുക്കാനുണ്ടാവും. അതിന്റെ ഡീറ്റെയിൽസ് കൊണ്ട് പോയതാ. പരാതി കൊടുത്തോ? ഓ, അതെപ്പോഴേ കൊടുത്തു. അത് അന്നേ കൊടുത്തു. അന്ന് അവനെ തട്ടിക്കൊണ്ടുപോയ ദിവസം തന്നെ കൊടുത്തു. അവരാരും വിളിപ്പിച്ചിട്ടുണ്ടോ? വിളിപ്പിച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഒളിവിലല്ലേ. സ്റ്റേഷനിൽ വിളിപ്പിച്ചു? വിളിപ്പിച്ചു വന്നിട്ടില്ല. സ്ട്രോങ് ആയിട്ട് പോകുന്ന. അതെ, ഒന്നും ചെയ്തില്ലെങ്കിൽ അവർക്ക് വന്ന് തെളിവെടുപ്പിന് നിന്നൂടെ? എന്തുകൊണ്ട് അവർ വരാത്തെ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കാൻ നിന്നാ പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ. അല്ല, ഇതൊക്കെ കാണുമ്പോ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ഇതിനൊന്നും ഒരു അന്ത്യവും ഇല്ല. ഇങ്ങനെ സീരിയല് പോകുന്ന പോലെ ഇങ്ങനെ പരമ്പരയായിട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു അവസാനം ഇതിന് കാണുന്നില്ല. ഇന്ന് അവസാനിക്കും, നാളെ അവസാനിക്കും എന്ന് വിചാരിച്ചിട്ട് എവിടെ അവസാനിക്കുന്നതേ ഇല്ല. 1.5 മാസമായി ഇതിപ്പോ തുടങ്ങിയിട്ട്. ഇതിനി അടുത്ത കാലത്തൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ശരിക്കും ഈ ഫസ്മിനയും സഫയും അതുപോലെ തന്നെ നമ്മുടെ മെഹനാസും ലല്ലു ആയിട്ടുള്ള ചർച്ചകളൊക്കെ ചർച്ച ചെയ്ത് മതിയായി എനിക്ക്. അതുകൊണ്ട് ഇനി അതിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല ഇവിടെ. ഇതുമായിട്ട് എന്തെങ്കിലും മേജർ അപ്ഡേറ്റ് വല്ലതും വരുവാണെങ്കിൽ സംസാരിക്കും കേട്ടോ, അത് വേറെ കാര്യം. അപ്പൊ എന്തായാലും അത് അവിടെ കിടക്കട്ടെ. അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഫയും മെഹനാസും കൂടി വേർപിരിഞ്ഞതിന് ശേഷം, ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല, വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. അതിനുശേഷം സഫ വേറെയാണ് താമസിക്കുന്നത്. വരുമാനം ഒന്നുമില്ല, ആകെ പെട്ട് നിൽക്കുവാണ്. അപ്പൊ എന്തായാലും കാശ് വേണമല്ലോ. പോരാത്തതിന് ഒരു കുഞ്ഞും കൂടെ ഉള്ളതാണ്. സഫ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ആകെ അറിയാവുന്ന ഒരു പരിപാടി ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്രൊമോഷൻ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാണ്ട് ഒരു പരിപാടിയും സഫക്ക് അറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെയാണ് സഫ അല്ലറ ചില്ലറ പ്രൊമോഷൻ ഒക്കെ നടത്തി ജീവിച്ചു പോകുന്നത്. കുറച്ച് വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി പുള്ളിക്കാരി. എന്തായാലും സഫ മെഹനാസുമായിട്ട് പിരിഞ്ഞ ആ ഒരു ടൈമിൽ തുടക്കത്തിൽ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, ഒരു പ്രൊമോഷൻ വീഡിയോ. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഹേ ഗായ്സ്, അപ്പൊ നമ്മൾ ഈ ഖുർആൻ കിറ്റ് 5 പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവാട്ടോ. അപ്പോ ഈ കിറ്റ് കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ എന്റെ അക്കൗണ്ടും ഷുഗർ ഫിൽസിന്റെ അക്കൗണ്ടും ഫോളോ ചെയ്യുക. അത് മാത്രമല്ല കമന്റ് ബോക്സിൽ ഇമോജി അല്ലാത്ത എന്തെങ്കിലും നല്ല കമന്റ് ഇടാം. അപ്പൊ ഗൈസ്, നമ്മുടെ പാരന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും ഈ ഖുർആൻ കിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിന്നറെ സെലക്ട് ആക്കുന്നത് 20ാമത്തെ നോമ്പിനായിരിക്കും. അപ്പൊ നമ്മൾ മാക്സിമം ഷെയർ ആക്കാം. ഓക്കെ, കണ്ടില്ലേ? ഇതായിരുന്നു സഫ തുടക്കത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് പ്രൊമോഷൻ വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഖുർആന്റെ ഒരു സംഭവം പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി തട്ടൊക്കെ ഇട്ട് നല്ല മുഞ്ചത്തി കുട്ടിയായിട്ടൊക്കെ വന്നിരുന്നാണ് പുള്ളിക്കാരി പ്രൊമോഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ നല്ല രീതിയിൽ സപ്പോർട്ടും ആയിരുന്നു. ഒന്നാമത് മെഹനാസിനെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സഫയെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. കാര്യം ഒരു കുഞ്ഞും കൂടെ ഉള്ളതല്ലേ. പക്ഷെ മുന്നോട്ട് പോകെ ഈ പ്രൊമോഷൻ വീഡിയോ കൊണ്ട് മാത്രം സഫയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന് സഫയ്ക്ക് തോന്നിക്കാണും. കാരണം പ്രൊമോഷൻ എന്ന് പറയുന്നത് മാസത്തിൽ 1-2 എണ്ണം കിട്ടിയാലായി. അതുകൊണ്ട് തന്നെ അത് വെച്ച് മാത്രം ജീവിതം മുന്നോട്ട് നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു സംഭവം തന്നെയാണ്. തട്ടിയും മുട്ടിയും ജീവിച്ചു പോകുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ കുറെ പോകെ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ പതിയെ ഫോട്ടോഷൂട്ട് മേഖലയിലേക്ക് ചുവടുവെക്കാൻ തുടങ്ങി. അത് ഏത് തരത്തിലുള്ള ഫോട്ടോഷൂട്ടാ? പണ്ട് കാലത്ത് നമ്മുടെ രേണുസുതി ചെയ്തുകൊണ്ടിരുന്ന ഫോട്ടോഷൂട്ടില്ലേ, അതുപോലുള്ള ഫോട്ടോഷൂട്ടുകളൊക്കെയാണ് പുള്ളിക്കാരി ചെയ്യാൻ തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരി ആദ്യം ഒരുത്തനുമായിട്ടൊരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോ സഫ തന്നെ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് വരാം. ഹേ ഗായ്സ്, അപ്പൊ ഞാനുള്ളത് പാലക്കാട് കവയിലാണ്. അപ്പൊ ഞാൻ ഒരു പെയർ ഷൂട്ട് റീൽ എടുക്കാൻ വന്നതാണ്. അപ്പൊ എന്റെ ഇവിടെ പെയർ എന്ന് പറഞ്ഞിട്ട് ഉള്ളത് ഭയങ്കരமான ഒരു സെലിബ്രിറ്റിയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് പുള്ളിനെ തിരിച്ചിടാം. നിങ്ങൾ അത് ആരാന്ന് ഗസ് ചെയ്യണം. ഗസ് ചെയ്തിട്ട് കമന്റിൽ പറയണം. ഞാനപ്പോ വീഡിയോ ഇന്നോ നാളെ ഇറക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ പുള്ളിനെ കാണിച്ചു തരാം കേട്ടോ. ഇത് നിൽക്കേ, ഇതാണ് ആൾ വരുന്നത്.
അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യാ. അപ്പൊ നമുക്ക് എത്രമാത്രം ശരിയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ റീൽ ഇന്ന് നാളെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. ഫസ്റ്റ് പെയർ ഷൂട്ടാട്ടോ എന്റെ. ഓക്കെ, ബൈ. കണ്ടില്ലേ, ഫസ്റ്റ് പെയർ ഷൂട്ടാണ് ഇതൊക്കെയെന്ന്. എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, വെൽക്കം ടു അപരാധ ലോകം. അപ്പൊ നമ്മുടെ പേരായിട്ട് അഭിനയിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ? മറ്റാരുമല്ല, നമ്മുടെ രേണുസുധിയുടെ സ്വന്തം പ്രതീക്ഷേട്ടനാണ്. ഈ പ്രതീക്ഷേട്ടൻ എന്ന് പറയുന്നത് ചിലവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അഥവാ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഞാൻ പുള്ളിക്കാരന്റെ ഒരു ഷൂട്ട് വീഡിയോ ഇവിടെ കൊടുത്തേക്കാം, അതൊന്ന് കണ്ടുനോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പ്രതീക്ഷ ആരാണെന്നുള്ളത്. വാ കണ്ടുനോക്കാം. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം കുഴയുമ്പം പാട്ടൊന്നു പാടടിക്കാക്കറുമ്പി അന്തിക്കൂടം കാമത്തിന്റെ നീളങ്കല്ല് കൂടിക്കുമ്പം പാലങ്കാത പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം കള്ളിക്കുയിലേ തറ്റത്തിരു മീനും പിടിക്കണം വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിനി തിമൃതൈ അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിനി തിമൃതൈ കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടിക്കാത്ത കറുമ്പി അന്തിക്കൂടം കമത്തിന ഇളങ്കല്ല് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് കണ്ടപ്പോ തന്നെ ആളുടെ റേഞ്ച് എന്താണെന്നുള്ളത്. ഇതിനകത്ത് ആ താടി വെച്ച ആ മെലിഞ്ഞ മുണ്ടെടുത്തിരിക്കുന്ന ആ ഇടതുഭാഗത്ത് നിൽക്കുന്ന പുള്ളിക്കാരനാണ് പ്രതീഷ്. ഒരു കാലത്ത് രേണുവിന്റെ കൂടെ ഒരുപാട് റീലുകൾ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തു എന്നല്ല, ചെയ്ത് വെറുപ്പിച്ചു കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. എന്തുമായിരുന്നു രേണു ഇവനെ കൂടെ കാണിച്ചു കൂട്ടിയത്? ഒരു കാലത്ത് ഇവര് രണ്ടുപേരും, രേണുവും പ്രതീഷും കൂടെ പിന്നെ പ്രണയത്തിലായിരുന്നു എന്ന് തന്നെ ഒരുപാട് പേര് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഇവനും രേണുവും തമ്മിൽ വലിയ വീഡിയോകളൊന്നും കാണുന്നില്ല. ഇനി രേണുവിന്റെ അടുത്ത് നിന്ന് ഇവൻ നൈസായിട്ട് ഒഴിഞ്ഞു മാറിയതാണോ, ഇനി രേണു ബിസി ആയതുകൊണ്ട് ഈ ഷൂട്ടുകളൊന്നും നടക്കാത്തതാണോ എന്നും അറിയത്തില്ല കേട്ടോ. രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ലെവലൊക്കെ മാറിപ്പോയി കഴിഞ്ഞു. ഇപ്പൊ ആള് വേറെ ലെവലിലാണ്. ആളിപ്പം സബ്സ്ക്രിപ്ഷൻ പരിപാടിയിലേക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു പ്രോഗ്രാമുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രതീഷിനെ പോലെയുള്ള ഒരാളെ രേണുസുധിക്ക് ഇനി കണ്ണി പിടിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കുറച്ച് നാളുകളായിട്ട് ഇവൻ രേണുവിനെ വിട്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ആള് ഇപ്പോ ഉള്ളത് സഫയുടെ കൂടെയാണ്. സഫയുമായിട്ടുള്ള വീഡിയോകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. ആൾക്കാണെങ്കിൽ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്. സഫയുമായിട്ടുള്ള വീഡിയോസ് ഒക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവനും സഫയും തമ്മിലുള്ള ഒരു ഫോട്ടോഷൂട്ടിന്റെ ബ്ലൂപ്പർ ഞാൻ ഇവിടെ ഒന്ന് സൈഡിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. ആ യെസ്. ആ യെസ്. പൊന്മാനത്തിന്റെ സീനല്ല. ഒന്നുകൂടെ. കുളിർമഴ തന്നെ നോക്കണ്ട. ഓ ഡൺ. അത് സാധനം നല്ല പ്രേമന് വീണ്ട് ഓക്കെ. ഒന്നുകൂടെ. വൺസ് മോർ. ക്യൂട്ട്നെസ് വാരി. കണ്ടില്ലേ? അപ്പൊ ഇതോടുകൂടി സഫയുടെ റേഞ്ച് തന്നെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെ ആളുകൾ നമ്മുടെ സഫയെ കണ്ടിരുന്നത് തട്ടോക്കിയിട്ട് ഒരു മുസ്ലിം പെൺകുട്ടിയായിട്ട് തന്നെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പുള്ളിക്കാരിയാണെങ്കിൽ ആ രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പ്രതീഷിന്റെ അടുത്ത് വന്നതോടുകൂടി ആള് തന്നെ അങ്ങ് മാറിപ്പോയി. അതോട് തന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കമന്റ് ബോക്സിൽ പൂരെ തെറി വരികയാണ്. പലരും പലതും പറഞ്ഞിട്ടാണ് സഫയെ ചീത്ത വിളിക്കാൻ തുടങ്ങിയത്. എന്തായാലും കുറച്ച് കമന്റ്സ് ഞാൻ വായിച്ചു. മുസ്ലിങ്ങൾക്ക് ഉണ്ടാകും ഈ മാസത്തിനോട് ഒരു കുറച്ചെങ്കിലും ഒരു റെസ്പെക്ട്. ചാത്തപ്പൻ എന്ത് മഹ്ഷറ അല്ലേ, വൻ തോൽവി തന്നെ. റമളാൻ മാസത്തെയെങ്കിലും ഒന്ന് ബഹുമാനിക്കടിയെന്ന്. ഈ രീതിയിലുള്ള കമന്റുകൾ ഇങ്ങനെ നീളുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കമന്റ് വന്ന സമയത്താണ് നമ്മുടെ പ്രതീക്ഷ രംഗത്തേക്ക് ഇറങ്ങിയത്. ഇതും പ്രതികരിച്ച് പുള്ളിക്കാരനൊരു വീഡിയോ ചെയ്തു. നമുക്ക് എന്തായാലും അവന് പറയാനുള്ള എന്താണെന്നൊന്ന് കേട്ടു. മാസത്തിലാണോ ഈ നോമ്പെടുക്കാണ്ട് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നത്? എന്താല്ലേ, ഒരു 2 റീൽ ഇട്ടപ്പോ തന്നെ വരുന്ന കമന്റ്സിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രൊഡക്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ.
ഞാൻ പറയട്ടെ, ഞാൻ സഫേറ്റ് ചെയ്ത ആ ലാസ്റ്റ് 2 റീൽ ഓൾമോസ്റ്റ് ഇപ്പൊ ഏകദേശം നല്ലതായിട്ട് വൈറലായിട്ട് ഫുൾ ഷെയറിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് വരുന്നത് പോസിറ്റീവ് വരുന്നത്. പുണ്യമാസത്തിലാണോ നീ നോമ്പെടുക്കാണ്ട് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞു. ഈ പറയുന്ന ആൾക്കാർ ആരെങ്കിലും കണ്ടോ ആ വ്യക്തി നോമ്പ് എടുത്തിട്ടുണ്ടോ നോമ്പ് എടുത്തിട്ടില്ല എന്നുള്ളത്? നോമ്പ് എടുക്കുക എന്ന് പറഞ്ഞൊരു പുണ്യപ്രവൃത്തിയാണ് ഒന്നാമത്തെ കാര്യം. അത് ഒരാള് അതിന്റെ ഇഷ്ടത്തിന് എടുക്കുന്നുണ്ട്, അതിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരു ദിവസം ഒരാൾ നോമ്പ് എടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ ആള് മോശമായിട്ടുള്ള ആളെന്നല്ല. ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നോമ്പിനെ കുറിച്ച് എന്ത് തേങ്ങക്കൊലയാണ് ഇവനിക്ക് അറിയാവുന്നത്? ഒരു ദിവസം നോമ്പ് എടുത്തിട്ടില്ല എന്ന് കരുതി അവൻ മോശക്കാരനാണെന്ന് പറയാൻ പാടില്ല. ഇവന്റെ ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് തന്നെ മതി നമുക്ക് ഇവൻ നോയമ്പിനെ കുറിച്ച് ഒരു തേങ്ങായി ഇവനിക്ക് അറിയത്തില്ല എന്ന് മനസ്സിലാക്കാൻ. എന്തായാലും നമുക്ക് പ്രതീക്ഷന് എന്താണ് ഇനിയും പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നോമ്പ് എടുത്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അടുത്തൊരു കമന്റ്, ഈ മാസത്തിലാണോ നീ റീൽ എടുത്ത് നടക്കുന്നത് അല്ലെങ്കിൽ നീ ഇങ്ങനെ നടക്കുന്നത് ചോദിച്ചു. ഈ പുണ്യമാസത്തില് ഒരു വീഡിയോ എടുക്കാൻ പാടില്ല ഒരു മനുഷ്യന്. ഞാൻ ചെയ്ത ഈ റീസെന്റ് ചെയ്ത 2 വീഡിയോസിൽ എന്തെങ്കിലും മോശം രീതിക്കുള്ള ഒരു വിഷ്വൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം കാണിക്കാവോ? ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുന്ന പ്രശ്നം, ഞാനിപ്പോ റീസെന്റ് ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ അല്ലെങ്കിൽ ഞാനിപ്പോ ചെയ്ത 2 റീൽസിൽ ഏതെങ്കിലും ഒരു വിഷ്വൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കാണാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു വിഷ്വൽസ് നിങ്ങൾക്ക്? അവൻ ഈ പറഞ്ഞത് കറക്റ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ റീസെന്റ് വീഡിയോസ് എടുത്തത് സഫൈവായിട്ടുള്ള വീഡിയോസ് എടുത്തതിൽ ഒന്നും ഇവൻ പറഞ്ഞ രീതിയിലുള്ള ഒരു വീഡിയോസും ഇല്ല. നല്ല മാന്യമായിട്ടുള്ള വീഡിയോ തന്നെയാണ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റീലുകളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് പ്രശ്നമായത്. ചന്ദനം ചാടിയ ചന്ദനം മണക്കും, ചാണകം ചാടിയ ചാണകം മണക്കും എന്ന് പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നീ ചാണകം ചാടിയാണ് നിന്നത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. നീ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രേണു സ്തുതിയുമായിട്ട് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നീ മറന്നു കാണില്ലല്ലോ. അത് കാരണം നിനക്കുണ്ടായ ചീത്തപ്പേര് ചില്ലറയൊന്നുമല്ല. എന്തിനു പറയുന്നു? നിന്നെ 4 ആൾ അറിയുന്നത് തന്നെ രേണുസുതിക്കൊപ്പം നിന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള നിന്റെ കൂടെ സഫ ഒരു റീൽ വീഡിയോയോ ഫോട്ടോഷൂട്ടോ ഒക്കെ നടത്തുന്നതിനിടയ്ക്ക് തീർച്ചയായിട്ടും ആളുകൾ നെഗറ്റീവ് പറയാൻ തുടങ്ങും. അതിന്റെ പ്രധാന കാരണം നീ പബ്ലിക്കിന് മുന്നിൽ നീ ഉണ്ടാക്കി വെച്ച ഇമേജ് ആണ്. ആ ഇമേജ് ഇനി നീ വിചാരിച്ചാലും മാറാനൊന്നും തോന്നില്ല. അത് പണ്ടേ നീ വിചാരിച്ചു മാറ്റണമായിരുന്നു. പണ്ട് നിനക്ക് ഓർമ്മയില്ലേ, നീ ഓരോ അപരാധങ്ങളും രേണുസുതിയായിട്ട് കാണിച്ചു കൂട്ടുന്ന സമയത്ത് നിനക്ക് ഒരുപാട് വിമർശനങ്ങൾ വന്നു. പക്ഷെ അതിൽ നിന്ന് പിന്തിരിയാനോ അതിൽ നിന്നൊരു മാറ്റം വരുത്താനോ നീ ആഗ്രഹിച്ചിരുന്നില്ല. അതിന്റെ ഇടയ്ക്ക് തന്നെ വീണ്ടും 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 അതുപോലുള്ള റീൽസും കാര്യങ്ങളും ഒക്കെ ഇട്ട് ആ സംഭവങ്ങൾ വീണ്ടും കാണിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും രേണുസുതിക്കൊപ്പം തന്നെ പിന്നെയും ചേർത്ത് വെക്കാൻ നോക്കും ആൾക്കാർ. നിന്നെ ആ ഒരു ലെവലിലേക്ക് ആളുകൾ എഴുതി തള്ളാൻ തുടങ്ങി. അത് തന്നെയാണ് ഇപ്പോഴും രേണുസുതിയുടെ അടുത്തുനിന്ന് മാറിയപ്പോഴും ആ ഒരു കാര്യങ്ങൾ നിന്നെ വേട്ടയാടാൻ തുടങ്ങിയത്. പക്ഷെ നിന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുത്തരിയല്ല, അത് വേറെ കാര്യം. എന്തായാലും നീ ഇനി ആരുമായിട്ട് റീൽ ചെയ്താലും ആ ഒരു കണ്ണിലൂടെ ആൾക്കാർ നിന്നെ കാണത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് സഫയ്ക്ക് ഇപ്പോഴും ഇതുപോലെ ഉള്ള നെഗറ്റീവ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ വേറെ ആരുടെയെങ്കിലും കൂടെയാണ് സഫ ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും നെഗറ്റീവ് വരില്ലായിരുന്നു. നിന്റെ കൂടെ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും നെഗറ്റീവ് വന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം നിനക്കുണ്ടെങ്കിൽ നന്ന്. പിന്നെ നീ കൂടുതൽ ഇതിനെക്കുറിച്ച് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയും കൂടെ കേൾക്കാം. എന്താ പറയുക, ഈ ഒരു മാസത്തിനെ എല്ലാ ആൾക്കാരും ബഹുമാനിക്കുന്നുണ്ട്. ഹിന്ദു ആണ് ശരി, മുസ്ലിംസ് ആണ് ശരി, ക്രിസ്ത്യൻസ് ആണ്, എല്ലാ ആൾക്കാരും ഈ ഒരു മാസം ബഹുമാനിക്കുന്നു. ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതം ഏതായാലും കുഴപ്പമില്ല, മനുഷ്യൻ നന്നായാൽ മതി, ഇത്രയേ ഉള്ളൂ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, വളരെ സന്തോഷം. നിന്റെ വായിൽ നിന്ന് ഇതൊക്കെ കേൾക്കാൻ പറ്റിയത് വളരെ സന്തോഷം. ആശാൻ എന്തായാലും കാര്യമായിട്ട് മതപഠന ക്ലാസ് എടുക്കാൻ നടക്കുവാണ്. ആ ഒരു വീഡിയോയ്ക്ക് പിന്നാലെ വീണ്ടും ഇവര് തമ്മിൽ വീണ്ടും ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു. പിന്നെ ഞാൻ നോക്കിയതെന്തും നീയല്ലാതെ ഒന്നില്ലെന്നും, ഹരം കൊണ്ട് മാറിയ നെഞ്ചും കരവും മെല്ലെ നീട്ടിയ മുഞ്ചും. അരിപ്പട്ടി തെരഞ്ഞൊരു കല്ലാണേ, ഷാഫിക്ക പറഞ്ഞൊരു ചൊല്ലാണേ, അല്ലവക്ക് വിത്തവക്ക് കൂട്ടാണേ, അരിമുള്ള മനസ്സിന് തന്നാളേ, അകലത്തിലിരിക്കണ ദറതാണേ, അടുപ്പത്തിലിരിക്കല് പൊറലാണേ, തിടുക്കത്തിൽ ഒരുങ്ങടി പെണ്ണാളേ, അരിപ്പോം തിരിപ്പോം കളിയാണേ. ഉള്ളത് പറയാലോ, ഭയങ്കര ബോറായിരിക്കുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നേരത്തെ ഉള്ളത് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇത് ഒരു കാശിനും ഉള്ളതില്ല. അല്ല, നമ്മൾ നല്ലത് കണ്ട നല്ലതും പറയണം, മോശം കണ്ട മോശവും പറയണമല്ലോ. ഉള്ളത് പറയാലോ. ഇതത്ര പോരാ. പിന്നെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് വീണ്ടും നന്നാക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതത്ര പോരാ, അപ്പൊ ഇനിയെങ്കിലും നന്നാക്കുക. ഇനി കുഴപ്പമില്ല. വേറെ ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഇതുപോലെ ഒരുപാട് റീൽസ് ഒക്കെ വരും, അതിൽ നന്നാക്കിയാൽ മതി. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ പോയാൽ സഫ രേണുവിന്റെ പിന്തുടർച്ചക്കാരിയായി മാറുമെന്നതിൽ ഒരു സംശയമില്ല.
എന്തായാലും ഇപ്പം എൻട്രി ചെയ്തിരിക്കുന്നത് നമ്മുടെ അലൻ ജോസ് പെരേരയും അതുപോലെ തന്നെ രേണു സുധിയും പ്രജീഷും അതുപോലെ തന്നെ ആറാട്ടണ്ണനും അതുപോലുള്ള ഒരു ഫാമിലി ഉണ്ടല്ലോ, അവരുടെ കുടുംബത്തിലേക്ക് സഫ എൻട്രി ആയിട്ടുണ്ട്. ഇനി എന്താവും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അല്ല, എനിക്കതല്ല തോന്നുന്നത്, ഇപ്പൊ വന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ കൂടുമ്പോഴാണ് റീച്ച് കിട്ടുന്നത്. മനസ്സിലായി? ഇങ്ങനെയുള്ള ഒരു ഗ്യാങ്ങിന്റെ കൂടെ കൂടിയാൽ മാത്രമേ റീച്ച് കിട്ടത്തുള്ളൂ. എന്ത് പറയാനാണ് ഇതിനൊക്കെ? എന്തായാലും കൊള്ളാം സഫ. ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് മറ്റൊരു വഴി ഇല്ലാത്തത് കൊണ്ടും നിനക്ക് കുഞ്ഞിനെ നോക്കാനായിട്ട് വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ടും ഞാൻ ഇതിനെക്കുറിച്ച് വേറൊന്നും പറയുന്നില്ല സഫ. കാരണം ഇതുവഴി നിനക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ, അതുകൊണ്ടാണ്. വന്നൊന്നും പറയിപ്പിക്കരുത് ആരെയും കൊണ്ടും, എനിക്ക് അതേ പറയാനുള്ളൂ. കാരണം നിന്നെ ഡിപ്പെൻഡ് ചെയ്ത് വളരുന്ന ഒരു കുഞ്ഞുണ്ട് അവിടെ, അതിനെ ഓർക്കണം. അതിനെക്കുറിച്ച് ഇടയ്ക്കിടെ ആലോചിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ല, രേണുസുധീന്റെ ഇപ്പോഴത്തെ പോക്ക് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയണേ, തുടക്കത്തിലെ രേണുസുധി ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. ഇപ്പം വന്ന് രേണുസുധി ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായല്ലോ. അത് നീ ഒന്ന് ഓർക്കുക. അതേമാതിരി ഒന്നും ആവാണ്ടിരിക്കുക, ആളുകളെ കൊണ്ട് മോശമൊന്നും പറയിപ്പിക്കാതിരിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.